ഈ 2-3 ദിവസത്തെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഫുഡ് എന്താ നിങ്ങൾ കാട്ടൽ? എങ്ങനെയാ ആ ഫുഡൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യൽ? എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വരാറുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരിക എന്ന് മാത്രമാണ് ഈ വീഡിയോയിലെ എൻ്റെ ലക്ഷ്യം. ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർ, ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കണ്ടാൽ കുറച്ച് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും കേട്ടോ. ഹായ്, നമസ്കാരം. ആസൂസാണ്. നമ്മുടെ ലോങ് റൂട്ട് ഡൽഹിയിലേക്കുള്ള 2 ദിവസത്തെ യാത്രയ്ക്ക് പുറപ്പെട്ടതാണ്. അതിലുള്ള ട്രെയിനിലെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണേ. ട്രെയിൻ യാത്ര ഓരോ ജനൽക്കൂടെ ഓരോ സമയത്ത് നോക്കുമ്പോഴും ഓരോ കാഴ്ച കാണുന്ന യാത്ര. ഇങ്ങനത്തെ യാത്ര നമുക്ക് വണ്ടിക്കൊക്കെ പോകണമെങ്കിൽ ഇത്ര പെട്ടെന്ന് മാറി മറിയത്തില്ല. അത് ഈ ട്രെയിൻ യാത്രയുടെ മാത്രം പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ പെട്ടെന്ന് നമ്മുടെ കണ്ണിലെ കാഴ്ചകളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് മലകൾ വരും, നഗരങ്ങൾ വരും, മഴ വരും, വെയിൽ വരും, ഒക്കെ ലോങ് റൂട്ടാണെങ്കിൽ ആസ്വദിക്കാൻ പറ്റും. ഇതാണ് സ്ലീപ്പർ കോച്ചിൻ്റെ സെറ്റപ്പ്. 3 പേർക്കാണ് ഇവിടെ കിടക്കാൻ പറ്റുക. ഡൗണ്, മിഡിൽ, അപ്പർ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളുള്ളത്. ട്രെയിൻ യാത്ര രാത്രിയൊക്കെ ഉണ്ടല്ലോ, അടിപൊളി സുഖമായിട്ട് കടന്നിറങ്ങാം. വേറെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിലേക്ക് കടക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ എക്സ്പെൻസ് ആവുന്നത് ഭക്ഷണത്തിലാണ് ട്രെയിൻ യാത്രയിൽ. ഞങ്ങൾ ഇങ്ങനെ ഒരു കവറങ്ങ് എടുക്കും. ഈ കവറിൽ മെയിനായിട്ട് ഉണ്ടാവുക എന്തായാലും ബ്രെഡ് ന്യൂട്രലാണ്. രാവിലെ മിക്കവാറും അത് തന്നെയായിരിക്കും ഞങ്ങളെ രാവിലത്തെയും ഉച്ചക്കത്തെയും ഒക്കെ ഭക്ഷണം. ഉച്ചയ്ക്കാണെങ്കിൽ ചപ്പാത്തി, ചമ്മന്തി. ചപ്പാത്തി കൊണ്ടുപോകും. ഈ ചപ്പാത്തി 2 ദിവസം നിൽക്കുമല്ലോ, ഏതെങ്കിലും ഇങ്ങനത്തെ ചമ്മന്തി കൊണ്ടുപോകും. ആദ്യമേ ഒരു കാര്യം പറഞ്ഞുതരാം, ഇതൊന്നും കഴിക്കാൻ നേരമൊന്നുമില്ല കേട്ടോ. ഉച്ചയ്ക്കും ഉച്ചരക്കും ഒക്കെ തോന്നുന്ന സമയത്ത് ഇരുന്ന് കഴിക്കും. അതായത് ഇന്ന ഭക്ഷണം എന്നില്ലാത്തതുകൊണ്ട് വയറ് നിറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. പിന്നെ മെയിൻലി ഇവനാണ് പഴം. നടന്നു കൊണ്ടുപോകുന്ന പഴം എന്തായാലും നമുക്ക് 1.5-2 ദിവസം നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ബോംബെയിലൊക്കെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ റോബസ്റ്റ് പച്ച ഇതുള്ള പഴങ്ങൾ റോബസ്റ്റില്ലേ, ആ പഴം കിട്ടും. അതിന് 8 പീസിന് 50 രൂപ കൊടുത്താൽ മതി. 12 പീസിന് 50 രൂപ. നല്ല ലാവിഷായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയും നമുക്ക് കഴിക്കാം. ഇനി വേറെ കിട്ടുന്ന ഫുഡാണ് മെയിൻലി കിട്ടുന്നത്. ഇവൻ വടാപ്പാവ്. ആ ബണ്ണങ്ങ് പൊട്ടിച്ചിട്ട് ഈ ഉണ്ട സാധനം നേരെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ പൊടിയിട്ട് മുളകും കൂട്ടിയിട്ട് ബർഗർ കടിക്കുന്ന പോലെ കടിച്ചാൽ കഴിക്കുക, അത്ര തന്നെ. അത് അടിപൊളിയാണ് കേട്ടോ, അതിൽ സംശയമൊന്നും വേണ്ട. വടാപ്പാവ് അടിപൊളിയാണ്, വെർത്താണ്. 30 രൂപയ്ക്ക് നമുക്ക് 2 സെറ്റ് അങ്ങനത്തെ കിട്ടും. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിർത്തുമ്പോൾ മെയിൻലി ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ ഈ കേരളം വിട്ടാൽ കാണാൻ പറ്റുക. ഫുഡ് നിങ്ങൾ മാക്സിമം കൊണ്ടുപോകാൻ നോക്കുക. നാരങ്ങ റൈസൊക്കെ ഉണ്ടാക്കി കൊണ്ടായാലും 3-4 ദിവസം നമുക്ക് എന്തായാലും ഉപയോഗിക്കാനൊക്കെ പറ്റും, അതിലൊരു സംശയവും വേണ്ട. കാരണം ഏറ്റവും നമ്മൾ ഒരു നേരം ഫുഡ് കഴിക്കാൻ വിചാരിച്ചാൽ ബിരിയാണിക്കൊക്കെ 120-130 രൂപയാണ് റെയിൽവേ ഒരു ഇതിലാവുക. അപ്പം നല്ല എക്സ്പെൻസ് ആവും. ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ എക്സ്പെൻസ് കുറയും. ആപ്പിൾ കിട്ടും, പഴങ്ങളൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങി കഴിക്കുക. ഹെൽത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അവിടെ നിന്ന് കൊടുക്കുന്ന ഫുഡ് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് യാത്രയ്ക്ക് ഏറ്റവും നല്ലത്. ട്രെയിൻ യാത്ര ചൂസ് ചെയ്യുന്നവർ ഇങ്ങനത്തെ ഫുഡുകൾ കഴിക്കാൻ നോക്കുക. കേരളത്തിൽ നിന്നാകുമ്പോൾ പ്രത്യേകിച്ച്, കാരണം നമ്മളെ മലയാളികൾക്ക് കുറച്ച് അങ്ങനത്തെ ഫുഡുകൾ വേണം എന്നുള്ളതുകൊണ്ട്. പിന്നെ യാത്ര ചെയ്യുന്നവർക്ക് എന്തും ആവാട്ടോ, അത്രമാത്രം. അപ്പോൾ ഇത് ഫാമിലികൾക്കുള്ള ഒരു ടിപ്സായിട്ട് മാത്രം കാണാം.